ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ടയുടെ ഡ്രീം വീക്കാണ് വണ്ടി. അത് എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ സർവീസിന് വേണ്ടി വന്നതിനാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഓയിൽ മാറ്റാനുണ്ട്. എൻജിൻ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓയിൽ പമ്പിങ്ങിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, പ്ലഗ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എൻജിൻ്റെ പെർഫോമൻസ് മെയിനായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അയച്ച് കൂട്ടത്തിൽ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ സ്പാർക്ക് പ്ലഗ് ആയാലും അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പമ്പിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്യണമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ അവിടുത്തെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ചെറിയൊരു നനവോടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ആ ഗ്യാസ്കറ്റും കൂടി ഒന്ന് മാറ്റിയിടണം. എഞ്ചിൻ ഓയിൽ മാറണുണ്ട് കേട്ടോ. പിന്നെ കാർബേറ്ററിനകത്ത് മറ്റേ ഇടയ്ക്ക് റേസിങ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഈ കാർബേറ്റർ സ്ലൈഡറിൻ്റെ ഉള്ളിൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ സ്ലൈഡർ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്, ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരല്പം ഗ്രീസുമയം കൊടുത്തൊക്കെ ഇടാം കേട്ടോ. മെയിനായിട്ട് അതാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ. അപ്പോൾ അതിൻ്റെ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.